വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഫ്രീ ടീമേഴ്സ് ആണ്. നമ്മളിതാ ക്രിസ്മസ് പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിലുള്ള ടെൻഷനിലാണ് അല്ലെ. ടെൻഷനായിട്ട് മിസ് എന്ത് ചെയ്യണം, ഇത്രയും ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിച്ചു തീർക്കണം എന്ന് അറിയാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്നുള്ളവരെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ടെൻഷൻ ആണ് എങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൺസേൺസ് ഒക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ മീൻസ് പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 9ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒന്ന് സൈഡാക്കി ഒതുക്കി വിടും. പക്ഷേ 3 മാർക്കിന് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ത്, ഡിസോർഡേഴ്സ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഏതൊക്കെയാണ് അസ്ഥികളെന്നും അതുപോലെ തന്നെ നമുക്ക് അസ്ഥികളെയും പേശികളെയും ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നും. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് പഠിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഡിസീസ് എന്നും ആ ഡിസീസിന്റെ കാരണം എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥകൾ, സിംറ്റംസ് എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ബോൺസിനെയും മസിൽസിനെയും ബാധിക്കുന്ന 4 ഡിസീസാണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഓസ്റ്റിയോപോറോസിസ്, രണ്ടാമത്തേത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൂന്നാമത്തേത് മസ്കുലാർ ഡിസ്ട്രോഫി, 4ാമത്തേത് സ്പ്രെയിൻ ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസ്ഥികളിൽ എന്ത് ചെയ്യുന്നു, പോഴ്സ് വീഴുന്നു. ആ പേര് തന്നെ വെച്ചിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺ സെൽ എന്ന് പറയുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പം ആ സെല്ലുകളിൽ അല്ലെങ്കിൽ അസ്ഥിയുടെ കോശങ്ങളിൽ എന്ത് വരുന്നു, സുഷിരങ്ങൾ വീഴുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ വന്ന് കാഠിന്യം കുറയുന്നു. പാർട്സ് ഓഫ് ബോൺ ഗെറ്റ് ഡാമേജ്, ബോൺസ് ബിക്കം പോറസ് ആൻഡ് വീക്ക്. വളരെ സുഷിരങ്ങളൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മുടെ അസ്ഥി ഭയങ്കര ക്ഷയിക്കാനൊക്കെ തുടങ്ങും. ആൻഡ് എന്താണ് അതിന് കാരണം, റീസൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, വിറ്റാമിൻ ആൻഡ് പ്രോട്ടീൻ ആണ്. കാൽഷ്യം, വിറ്റാമിൻ, പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കാൽഷ്യം ഉൾപ്പെടുത്തണം, പ്രോട്ടീൻ ഉൾപ്പെടുത്തണം, വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തണം. അത് മാത്രമല്ല, സൂര്യപ്രകാശത്തൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. വിറ്റാമിൻ ഡി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തിനെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തേത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നാഡികളിൽ വേദനയും നീരും ചലിക്കാൻ കഴിയാത്ത അവസ്ഥയും വരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ജോയിൻസിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. ഒരു സാധനം എടുക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് സൈനോവൽ മെംബ്രെയിൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ ജോയിന്റ് അല്ലെങ്കിൽ സന്ധി പഠിക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് സൈനോവൽ മെംബ്രെയിൻ, അതിൻ്റെ ഉള്ളിൽ സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ട്. 2 അസ്ഥികളെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കാർട്ടിലേജ് കാണാമെന്ന്. അപ്പം ആ ഒരു നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള പ്രതിരോധ കോശങ്ങൾ എന്ത് ചെയ്യാണ്, ഈ സൈനോവൽ മെംബ്രെയിനും കാർട്ടിലേജിനെ നശിപ്പിക്കുന്നത് വഴിയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള പെയിന്, കൈമുട്ടിലും കാൽമുട്ടിലും ആങ്കിൾസിലൊക്കെ വേദന വരുന്നതാണ് സിംറ്റംസ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തേത് നമ്മളെ മസിലിനെ ബാധിക്കുന്നതാണ്, മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയും. പേശീക്ഷയം, പേരിൽ തന്നെയുണ്ട്, പേശികൾ എന്ത് ചെയ്യാണ്, ക്ഷയിച്ചു പോവുകയാണ്. സോ പ്രധാനമായും ജീനുകളിലൂടെ ഉണ്ടാകുന്ന മാറ്റമാണ് മെയിൻ റീസൺ. ഇത് ചേഞ്ചസ് ഒക്കെ വരുന്ന ജീൻ. അപ്പം മസ്കുലാർ ഡിസ്ട്രോഫി ചോദിച്ചാൽ അതിന് കാരണം പഠിച്ചോളൂ, ചേഞ്ചസ് ഇൻ ദ ജീൻ, നമ്മുടെ ജീനിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് വഴി ഉണ്ടാവുന്നതാണ്. അപ്പം മസിൽസ് എന്ത് ചെയ്യുന്നു, വീക്ക് ആവുന്നു, ക്ഷയിക്കുന്നു. 4ാമത്തെ സ്ട്രെയിൻ ആണ്. ഇതെല്ലാവർക്കും പരിചയമുള്ള ആളാണ് നമ്മുടെ ഉളുക്ക്. എന്തായാലും നിങ്ങളൊക്കെ ഇടയ്ക്ക് ഉളുക്കി പോയിട്ടുണ്ടാവും. അപ്പോൾ ഉളുക്ക് വരാനുള്ള കാരണം എന്താ, ലിഗമെന്റുകൾ വലിയുന്നതോ പൊട്ടുന്നതോ ആണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ 2 ബോൺസിനെ ജോയിൻ ചെയ്ത് വെക്കുന്നത് ആരാ, ലിഗമെന്റ് ആണ്. ഈ ലിഗമെന്റ് ഒന്നെങ്കിൽ വലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാലോ കൈയോ ഒക്കെ ഉളുക്കി പോകുന്നത്. ആൻഡ് പെയിൻ, സ്വെല്ലിംഗ്, ബ്രൂസസ്, ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദ ജോയിൻസ്. നമ്മുടെയൊക്കെ ഭയങ്കര വേദനയായിരിക്കും, നീർവീക്കം ഉണ്ടാവും, നമ്മുടെ ജോയിൻസ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന് പറയുന്നത്. ഈ 4 ഡിസീസ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇതേപോലെ ടേബിൾ എന്ന് മാത്സ് ഫോളോയിങ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ആനുവൽ എക്സാമിനും ചോദിക്കും, 3 മാർക്കിനാണ് ചോദ്യം കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോട് സിംറ്റംസ് തന്നിട്ട് ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ 2 മാർക്കിനും ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പം ചിത്രം നോക്കിക്കോളാം, ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം വെച്ചും ചോദ്യം വരാം. ഇതാണ് ഓസ്റ്റിയോപോറോസിസ്. ഈ ജോയിന്റിൽ കണ്ടില്ലേ, ഈ സൈനോവൽ മെംബ്രെയിൻ ഒക്കെ ബ്രേക്ക് ആവുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ നമ്മുടെ ഓസ്റ്റിയോപോറോസിസിൽ നിങ്ങൾക്ക് ഈ സുഷിരങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഓസ്റ്റിയോപോറോസിസിൽ. അപ്പോൾ അത് 2 ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കാൽ ഉളുക്കോ പൊട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സ്ലിങ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാൻഡേഡ് ഇടുന്നതും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഡിസ്ക് തെറ്റ്
ടൈറ്റിൽ കേട്ടിട്ടുണ്ട്. എക്സ്ട്രാ റീഡിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾ എന്താണെന്നൊന്ന് പഠിച്ചു വെക്കണം. നമ്മുടെ നട്ടെല്ലിന്റെ കശേരുക്കളുടെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ത് a peculiar part called invertebral disc filled with a gel-like substance found in between two vertebrae provide flexibility to vertebral column, protect it from external shocks. And these discs also distribute body weight equally through the vertebral column. Wearing of vertebrae, sudden shock, continuous strain on the vertebral column. ഈ ഡിസ്കിന്റെ ഇടയിൽ, അതായത് നമ്മുടെ നട്ടെല്ലിനെ നേരെ നിർത്തുന്നതും നമുക്ക് കുനിയാനും നിവരാനും ഒക്കെ പറ്റുന്നതും നമ്മുടെ ബോഡിന്റെ വെയിറ്റ് ഈക്വലി എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമാണ് നമ്മുടെ വെർട്ടബ്രൽ കോളത്തിൽ ഈ ഒരു ഡിസ്ക് ഉള്ളത്. പക്ഷെ ആ ഡിസ്കിൽ അവിടെയുള്ള ജെല്ലിൽ എന്ത് സംഭവിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ആവുകയോ വീഴുകയോ തട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് സംഭവിക്കും, വീക്ക് സംഭവിക്കുകയും ആ ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു ഡിസ്ക് തേയ്മാനം സംഭവിക്കുന്ന രീതിയിൽ വരുന്നതാണ് ഡിസ്ക് തെറ്റൽ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. സോ അതുവഴി എന്ത് ചെയ്യും, ഈ ജെല്ലൈക്ക് പാർട്ട് അവിടെ എന്ത് ബൾജ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കണം. കൂടുതൽ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്, ടോപ്പിക്കിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ടാറ്റാ ബൈ.